ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു K2 അപ്ഡേറ്റ്സ്. ഇയർ ബാക്ക് ന്യൂ മെയിൽ അനുസരിച്ചിട്ട് K2 ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ക്രെഡിറ്റ്സ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ S5, S7 സെമ്മിലേക്ക് തൽക്കാലത്തേക്ക് പ്രവേശിക്കുന്നതാണ്. സപ്ലിമെൻ്ററി എക്സാമുകളുടെ വാലുവേഷൻ കംപ്ലീറ്റ് ആയ ശേഷം വിദ്യാർത്ഥികൾ ആവശ്യമായ ഗ്രേഡുകൾ നേടിയാൽ മാത്രമാണ് S5, S7 സെമ്മിലേക്ക് ചേരാൻ കഴിയുന്നതുള്ളൂ. സപ്ലിമെൻ്ററി എക്സാമിൻ്റെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്ത ശേഷവും ആവശ്യമായ ക്രെഡിറ്റ്സ് നേടാൻ സാധിച്ചില്ലെങ്കിൽ അവർ ഇപ്പോൾ ഇയർ ബാക്ക് സോണിലാണ്. 2015 സ്കീമിലെ വിദ്യാർത്ഥികൾ 2019 സ്കീമിലേക്ക് മാറിയതുപോലെ ഇയർ ഔട്ട് സോണിലുള്ള S4 സ്റ്റുഡൻസ് അവരുടെ ജൂനിയേഴ്സായ 2024 സ്കീമിൽ ചേരേണ്ടി വരും. നമുക്കിത് കുറച്ച് സെനാരിയോസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. 2019 സ്കീമിൽ നിന്നുള്ള ഒരാൾ 2025-26 S7 പ്രവേശിക്കാൻ പോവുകയായിരുന്നു. പക്ഷേ ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് പാലിക്കാത്തതിനാൽ ഇയർ ഔട്ട് ആയെന്ന് കരുതുക. 2024 ബാച്ച് S7 പ്രവേശിക്കുന്നതിന് മുമ്പോ അതോ അതിനു മുമ്പോ അയാൾ പേപ്പേഴ്സ് ക്ലിയർ ചെയ്ത് ക്രെഡിറ്റ്സ് നേടിയാൽ 2019 സ്കീമിന് കീഴിൽ അവരോടൊപ്പം ചേർന്ന് ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം 2023 ബാച്ചാണ് 2019 സ്കീമിൻ്റെ ലാസ്റ്റ് ബാച്ച്. ആ ഒരു പോയിന്റിന് ശേഷം ആ ഒരു വിദ്യാർത്ഥി വൈകി വീണ്ടും പ്രവേശിക്കുകയാണെങ്കിൽ 24 സ്കീമിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരേണ്ടതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെനാരിയോ ആയ S5, അതായത് തേർഡ് ഇയറിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കാര്യം നോക്കാം. ഇനി S5-ലെ 2019 സ്കീമിലെ ഒരു വിദ്യാർത്ഥി മതിയായ ക്രെഡിറ്റ്സ് ഇല്ലെങ്കിൽ ഇയർ ഔട്ടായി എന്ന് കരുതുക. നിലവിൽ 2023 ബാച്ചും 2018 ബാച്ചിലെ വിദ്യാർത്ഥികൾ ഒരേ സിറ്റുവേഷനായി. 2018 ബാച്ചും 2023 ബാച്ചും ഒരേപോലെയാണ്. അതെന്താണെന്ന് വെച്ചാൽ 2018 ബാച്ചായിരുന്നു 2015 സ്കീമിൻ്റെ ലാസ്റ്റ് ബാച്ചും 2019 സ്കീമിൻ്റെ ലാസ്റ്റ് ബാച്ചാണ് 2023 ബാച്ചും. ഇവിടെയാണ് മെയിനായിട്ട് ഇഷ്യൂ വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലെ 24 സ്കീമിലെ വിദ്യാർത്ഥികളൊക്കെ ഫസ്റ്റ് ഇയർ ആണ്. നിലവിലെ 23 ബാച്ചായ സ്റ്റുഡൻസൊക്കെ സെക്കൻഡ് ഇയറുമാണ്. ഇപ്പോൾ സെക്കൻഡ് ഇയറിലെ ഒരു വിദ്യാർത്ഥി ഇയർ ബാക്ക് ആയി എന്ന് കരുതുക. ആ വിദ്യാർത്ഥി ആ പറയുന്ന സെക്കൻഡ് ഇയർ നിലവിലെ 24 സ്കീമിലെ സ്റ്റുഡൻസിൻ്റെ കൂടെ സെക്കൻഡ് ഇയർ ഇരുന്ന് പഠിക്കുക വേണം. അവസാനം ആ ഒരു വിദ്യാർത്ഥി ബാക്കി സബ്ജക്ട്സ് പൂർത്തിയാക്കുമ്പോൾ ജൂനിയേഴ്സായ 2024 ബാച്ച് S5-ൽ എത്തിയിരിക്കും. പക്ഷേ അവർ 2019 സ്കീമിലല്ല 24 സ്കീമിലാണ് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടത്. അവർ വീണ്ടും പ്രവേശിക്കുമ്പോൾ അവർ S5-ലെ 2024 ബാച്ചിൽ ചേരുകയും ഓട്ടോമാറ്റിക്കലി 2024 സ്കീമിലേക്ക് മൈഗ്രേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. 2018 ബാച്ചിലെ വിദ്യാർത്ഥികൾ 2015 സ്കീമിൻ്റെ ലാസ്റ്റ് ബാച്ചായിരുന്നു. അവർ ഇയർ ഔട്ട് ആയിരുന്നെങ്കിൽ 2019 സ്കീമിലെ ഫസ്റ്റ് ബാച്ചിൻ്റെ സ്റ്റുഡൻസിനൊപ്പം സെക്കൻഡ് ഇയർ എഴുതി തേർഡ് ഇയറിൽ S5 കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നേനെ. അന്നത്തെ അവസ്ഥയിൽ കോവിഡ് വന്നതിനാൽ ഇയർ ബാക്ക് സിസ്റ്റം ഒഴിവാക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ S5-ൽ ഇയർ ഔട്ട് ആവുന്ന 2023 ബാച്ചിലെ സ്റ്റുഡൻസിന് 2019 സ്കീമിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കുന്നതല്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആക്കുമ്പോഴേക്കും 2024 ബാച്ചിലെ ജൂനിയേഴ്സിനൊപ്പം S5-ലേക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. ഇനിയാണ് 2019 സ്കീമിലെ ബാക്ക്ലോഗ് സബ്ജക്ട്സിൻ്റെ കാര്യം. ഒരിക്കൽ 2024 സ്കീമിലേക്ക് മൈഗ്രേറ്റ് ആയി കഴിഞ്ഞാൽ 2019 സ്കീമിൽ നിന്ന് നിങ്ങളുടെ പരാജയപ്പെട്ട സബ്ജക്ട്സ് പുതിയ സ്കീമിൽ തുല്യ വിഷയങ്ങളിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ്. പുതിയ സിലബസ് ബേസാക്കിയിട്ട് വേണം 2024 സ്കീമിലെ എക്സാംസ് എല്ലാം 2019 സ്കീമിൽ ഇയർ ഔട്ട് ആയ സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യാൻ. 2015 സ്കീമിൽ നിന്ന് 2019 സ്കീമിലേക്ക് ട്രാൻസിഷൻ ഉണ്ടായ പോലെ K2 ചിലപ്പോൾ ഒരു മാപ്പിംഗ് ടേബിൾ റിലീസ് ചെയ്യുന്നതാണ്. 2019 നിന്ന് 2024 സ്കീമിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ട രീതികളെല്ലാം അതിൽ ചിലപ്പോൾ പറയുന്നതായിരിക്കും. ഫോർ മോർ അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ് ടു K2 അപ്ഡേറ്റ്സ്.